ബിസ്മില്ല അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ വ റിസ്ഖൻ ത്വയ്യിബ വ അമലൻ മുതഖബ്ബല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരിമാരെ, ഈമാനിൻ്റെ മാധുര്യം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കും. അൻ യകൂന അല്ലാഹ വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും റസൂലുമായിരിക്കണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ മറ്റേതിനേക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവും റസൂലുമായിരിക്കണം. മൻ യുഹിബ്ബുൽ മർഉ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാഹ്. അവനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവനൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം. വ അൻ യക്റഹു അൻ യഊദ ഫിൽ കുഫ്ർ കമാ യക്റഹു അൻ യഖ്ദഫു ഫിന്നാർ. തീയിലേക്ക് എറിയപ്പെടുന്നത് എപ്രകാരം അവൻ വെറുപ്പുള്ളതാണോ അതേപോലെ വെറുപ്പുള്ളതായിരിക്കണം കുഫറിലേക്ക് മടങ്ങിപ്പോവുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമുക്കറിയാം, പലപ്പോഴും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, ഈമാനിൻ്റെ കാര്യങ്ങൾ നാവിൽ മാത്രം ഒതുങ്ങുകയും കൽബിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇസ്ലാമിൻ്റെ വക്കിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാതെ പേരിൽ മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർക്ക് വിശ്വാസം ഉള്ളിലേക്ക് കടന്നിട്ടില്ല. വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാത്തിടത്തോളം കാലം അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല. ഒരാൾ യഥാർത്ഥ വിശ്വാസി ആയിത്തീർന്നാൽ ഭൗതിക ജീവിതത്തിലെ എന്തു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അയാൾക്ക് അത് മധുരമായി അനുഭവപ്പെടും. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അതുപോലെ 100 കണക്കിന് സഹാബികൾ അനുഭവിച്ച പീഡനങ്ങൾ, അതൊക്കെ അനുഭവിക്കുമ്പോഴും അവർക്ക് മനസ്സിന് വല്ലാത്ത സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായിരിക്കണം. അള്ളാഹുവും റസൂലുമായിരിക്കണം അവന് മറ്റേതിനേക്കാളും പ്രിയപ്പെട്ടത്. നമുക്കറിയാം, നമ്മളേറെ ചിന്തിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്, സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ ഒരു താക്കീതോടു കൂടിയാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും. 8 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറയുന്നത്. 5 കുടുംബ ബന്ധങ്ങൾ, 3 മറ്റു ഭൗതികമായ കാര്യങ്ങൾ. നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബമിത്രാദികൾ, ഇങ്ങനെ 5 കുടുംബ ബന്ധങ്ങൾ. പിന്നെ 3 ഭൗതിക കാര്യങ്ങൾ. അംവാലുൻ ഇഫ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത്. വത്തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം പേടിക്കുന്ന നിങ്ങളുടെ ബിസിനസ്. വമസാക്കീന തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഭവനങ്ങൾ. ഈ 8 കാര്യങ്ങളാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെങ്കിൽ. വജിഹാദി ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഈ 8 കാര്യങ്ങളാണെങ്കിൽ. ഫതറബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി, നിങ്ങൾ കാത്തിരിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള ഇഷ്ടം നമ്മളിൽ എത്രമാത്രമുണ്ട് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താല്പര്യം അതാണോ നമുക്ക് പ്രാധാന്യം, അതല്ല മറ്റു പലതുമാണോ നമുക്ക് കൂടുതൽ പ്രാധാന്യം എന്ന് നാം ആലോചിക്കുക. ഈമാൻ ശരിയാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.